ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 19-ാം ഞായർ, ആണ്ടുവട്ടത്തിലെ 19-ാം ഞായറാണ്. ഇന്നത്തെ വായനകൾ നമുക്ക് തരുന്ന സന്ദേശം വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസത്തിൽ 3 കാര്യങ്ങളുണ്ട്. 1, വിശ്വാസം ഒരു ബന്ധമാണ്. 2, വിശ്വാസം ഒരു കാഴ്ചപ്പാടാണ്. 3, വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. നമ്മൾ വിശ്വാസം ഒരു ബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ എത്രമാത്രം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് വിശ്വാസം നമ്മളെ ബോധപ്പെടുത്തുക. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ അതാണ് പറയുക. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, കരുതുന്നു എന്നുള്ള കാര്യം. അതായത് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അവരെ വിമോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഇടപെട്ട സംഭവം അവിടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുകയാണ്. ശത്രുക്കളെ തോൽപ്പിച്ച് അവിടെ ഇസ്രയേലിനെ തൻ്റെ ജനമായി തിരഞ്ഞെടുത്ത ആ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ അവിടെ വെളിപ്പെടുക. അതേപോലെ നമ്മുടെ സങ്കീർത്തനം 33-ാം സങ്കീർത്തനവും അതുതന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. എത്രമാത്രം ദൈവം ശ്രദ്ധാലുവാണ് നമ്മുടെ കാര്യത്തിൽ എന്നുള്ള യാഥാർത്ഥ്യം 1-ാം വായനയും സങ്കീർത്തനവും നമുക്ക് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, 2-ാമത്തേത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു കാഴ്ചപ്പാടാണ്, ഒരു ദൈവികമായ കാഴ്ചപ്പാട്. നമുക്ക് വേണമെങ്കിൽ പറയാം, അപ്പുറം കാണുന്നതും അപ്പുറത്ത് നിൽക്കുന്നവനെ ദർശിക്കുന്നതുമാണ് വിശ്വാസം. അപ്പുറത്ത് നിൽക്കുന്നവൻ ദൈവമാണ്. ആ ദൈവത്തെ നമുക്കൊന്ന് കാണാൻ സാധിക്കുക, നമ്മുടെ ഉൾക്കണ്ണ് വെച്ച് കാണാൻ സാധിക്കുക, അതാണ് വിശ്വാസം. അതേപോലെ തന്നെ എല്ലാം ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിക്കാണുക. നമ്മെ തന്നെയും ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നമ്മളെ കണ്ടെത്തണം. എന്നിട്ട് ദൈവത്തിൻ്റെ കണ്ണോടെ നാം എല്ലാവരെയും നമ്മൾ നോക്കിക്കാണുകയും വേണം. അതാണ് വിശ്വാസം. അപ്പോൾ അവിടെ ഒരു വിധത്തിൽ നമുക്ക് സ്വർഗീയമായ ഒരു ദർശനം അവിടെ ലഭിക്കുക. ഈ ലോകത്തിൽ ഒതുങ്ങിപ്പോകുന്നതല്ല നമ്മുടെ ജീവിതം. പിന്നെയോ നമുക്ക് വേണ്ടി സ്വർഗമുണ്ട്, ദൈവരാജ്യമുണ്ട്. ആ രീതിയിൽ നമ്മുടെ യഥാർത്ഥമായ ഭാവിയിലേക്ക് കണ്ണെന്നിട്ട് പ്രത്യാശ നിറഞ്ഞവരായി, വിശ്വാസം നിറഞ്ഞവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് വിശ്വാസം. ഒരു പുതിയ കാഴ്ചപ്പാടാണ്, പുതിയൊരു കാഴ്ചപ്പാട്. സ്വർഗീയമായ സ്വർഗത്തിൻ്റെ വെളിച്ചത്തിലും ദൈവത്തിൻ്റെ വെളിച്ചത്തിലും എല്ലാവരെയും നമ്മളെ തന്നെയും നോക്കിക്കാണുന്ന അനുഭവത്തെയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുക. 3-ാമത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഒരു വിധത്തിൽ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് അവിടെയുണ്ട്. ശുഷ്കാന്തിയോടെ കാത്തിരിക്കുക. നമ്മൾ എപ്പോൾ ദൈവം വരുമെന്നറിയാതെ, എപ്പോഴും ദൈവം വരാം എന്ന ഒരു ബോധ്യത്തോടെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ നോക്കിയിരിക്കുന്നതാണ് ഒരു വിധത്തിൽ നമുക്ക് വിശ്വാസം എന്ന് പറയാം. അതേപോലെ തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം ഏറ്റവും വിശ്വസ്തയോടുകൂടി നിറവേറ്റിക്കൊണ്ട്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാനും, പ്രിയപ്പെട്ടവരെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റുവാനും സാധിക്കണം. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. എല്ലാം ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതല്ലത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. ആ ഒരു ബോധത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് കാര്യങ്ങൾ ഏറ്റവും ശുഷ്കാന്തിയോടെ, ശ്രദ്ധയോടെ, വിശ്വസ്തയോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. ഇനിയും അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം? നമ്മൾ ഒരു വിധത്തിൽ ഈ ലോകത്ത് സമ്പത്ത് സമ്പാദിക്കാനല്ല, സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. കാരണം സ്വർഗത്തിൽ നിക്ഷേപിച്ചാൽ മാത്രമേ അത് ശാശ്വതമാകുകയുള്ളൂ. ഈ ലോകത്തിൽ എന്തെങ്കിലും നിക്ഷേപിച്ചാൽ പ്രിയപ്പെട്ടവരെ അത് കള്ളന്മാർ നമ്മളിൽ നിന്ന് അപഹരിക്കാം, അല്ലെങ്കിൽ ചിതലെടുത്ത് പോകാം. ആ രീതിയിലാണ്. ഈ ലോകത്തിൽ മാത്രം നമ്മൾ സമ്പാദിക്കാൻ ശ്രദ്ധ വെച്ചാൽ നമ്മുടെ ജീവിതം ഒരു വിധത്തിൽ പരമദയനീയമാണ്. നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ നിക്ഷേപിക്കാനായിട്ട് നമ്മൾ എല്ലാം വാരിക്കൂട്ടുക. നേരെ മറിച്ച് സ്വർഗത്തിൽ നിക്ഷേപിക്കുവാനോ നമ്മൾ എല്ലാം കൊടുക്കുക, ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുക.
ദൈവം നമുക്ക് തന്നത് സൗജന്യമായി തന്നു, സൗജന്യമായി കൊടുക്കുക. എല്ലാം ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ ദാനമല്ലേ. ചെറിയ അജഗണമേ, നിങ്ങൾക്ക് ദൈവരാജ്യം, സ്വർഗം തരാൻ, രാജ്യം തരാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു നഗരം സൃഷ്ടിക്കുന്ന കാര്യം ഇന്നത്തെ സങ്കീർത്തനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അധികം നൽകപ്പെട്ടവരിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുമെന്ന് ഇവിടെ പറയുകയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള യാഥാർത്ഥ്യം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ ബോധപ്പെടുത്തുന്നുണ്ട്. അത് അറിഞ്ഞിട്ട് അത് വേണ്ടവണ്ണം ചെയ്യാൻ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഗൗരവമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഈശോ നമ്മളോട് പറയുക. നേരെ മറിച്ച് നമ്മളത് അറിഞ്ഞില്ല, അറിവില്ലാതെയാണ് നമുക്ക് അബദ്ധം സംഭവിച്ചത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് ലഘുവായ ശിക്ഷയെ ലഭിക്കുകയുള്ളൂ എന്ന് പറയാണ്. ഒരു വിധത്തിൽ നമ്മൾ പാപത്തെ രണ്ട് രീതിയിൽ വിഭജിക്കാറുണ്ടല്ലോ. മാരകപാപമുണ്ട്, ലഘുപാപമുണ്ട്. മാരകപാപം എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് ഗൗരവമായ കാര്യത്തിൽ അത് അറിവോടെ മനസ്സോടെ ഞാനത് ചെയ്യുമ്പോഴാണത് മാരകപാപമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് ലഘുപാപം എന്ന് പറഞ്ഞാലോ ഞാൻ അറിഞ്ഞില്ല, ചെയ്തു പോയി, അബദ്ധം വന്നുപോയി, ആ രീതിയിൽ വരുന്ന തെറ്റുകൾ പ്രിയപ്പെട്ടവരെ ലഘുപാപമാണ്. അപ്പോൾ അവിടെ ചെറുതായ രീതിയിലേ ദൈവം ശിക്ഷിക്കുമെന്ന് അവിടെ പറയുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ വിശ്വാസം നിറഞ്ഞവരാകാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. ദൈവമായിട്ടുള്ള ആഴപ്പെട്ട ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളും നമുക്കുള്ളതും ദൈവം തന്നതാണെന്നൊരു ബോധത്തോടെ ദൈവത്തോട് നന്ദിയാൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി നമുക്ക് നമ്മെ കണ്ടെത്താം. ദൈവത്തിൻ്റെ കണ്ണോടെ എല്ലാത്തിനെയും നമുക്ക് നോക്കിക്കാണാം. എന്നിട്ട് ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നും ജീവിതത്തിൽ ദൈവത്തിന് തൻ്റേതായ ഇഷ്ടമുണ്ട് എന്നും ബോധപ്പെട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാനും അതേപോലെ ദൈവത്തെ നിരന്തരം പ്രീതിപ്പെടുത്തുവാനും ദൈവമേൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൃപാവരത്താൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ആമേൻ.